Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിയെ കുറിച്ചാണ്. ഓക്കേ, ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ കുറച്ച് ഏകദേശമൊക്കെ ഐഡിയ ഉണ്ടായിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ട്രയാങ്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾസൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് 10ൽ മാത്രമല്ല, ഇനി +1ലും +2ലും ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴും എല്ലാം മാത്സ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാത്തിനും വേണ്ടി വരുന്ന ഒരു സാധനമാണ് ഈ ട്രിഗണോമെട്രി. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സിൽ അത് പഠിക്കണം. കംപ്ലീറ്റ് ട്രയാങ്കിൾസിൻ്റെ റേഷ്യോസിനെ കുറിച്ചുള്ളൊരു പഠനമാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ട്രിഗണോമെട്രി എന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് എന്തെന്ന് പറയുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, ABC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ABCയിൽ B എന്ന് പറയുന്ന റൈറ്റ് ആംഗിളാണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്ത് പേര് പറയുന്നത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ചെറുതിലേ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സിന് ഓരോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെന്ത് പേര് വിളിക്കും? ബേസ് എന്ന് വിളിക്കും. ഈ താഴത്തെ സൈഡിന് എന്തെന്ന് വിളിക്കും? ബേസ്. ഇതിനെന്തെന്ന് വിളിക്കും? ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഇതിനെന്തെന്ന് വിളിക്കും? ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതെന്താണ്? ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ന്യൂസ്. ഈ 3 സൈഡുകളാണ് ആർക്കുള്ളത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ട്രിഗണോമെട്രിയിൽ വരുമ്പോൾ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തുന്നു. അതായത് ട്രിഗണോമെട്രിയിൽ ഞാൻ പറഞ്ഞു ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ആണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. എന്താണ്? സൈഡ്സിൻ്റെ റേഷ്യോ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും റേഷ്യോ പറയുന്നത്. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ X എന്ന് പറയുന്ന ആംഗിൾ C മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ എങ്ങനെയൊക്കെ വരും എന്ന് നോക്കാം നമുക്ക്. ഈ X എന്ന് പറയുന്ന ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡാണ് AB. ഓക്കെ, X എന്ന് പറയുന്ന ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ആരെന്ന് പറയുന്നത്? AB. ഓക്കെ, അത് നിലവിൽ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ അതിന് നമുക്ക് പുതിയൊരു പേര് കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട്, അവനെ വിളിക്കാം എന്ത്? ഓപ്പോസിറ്റ് സൈഡ്. എന്തെന്ന് പറയാം? ഓപ്പോസിറ്റുള്ള സൈഡിന് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ BC എന്ന് പറയുന്ന സൈഡ് ഇതിനോട് ചേർന്ന് കിടക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ചേർന്ന് കിടക്കുന്ന സൈഡിനെ വിളിക്കുന്ന പേരാണ് അഡ്ജസൻ്റ് സൈഡ്. എന്തെന്ന് പറയും? അഡ്ജസൻ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ്റ് സൈഡും ഈ ആംഗിളിനോട് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡും ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് അഡ്ജസൻ്റ് സൈഡും. അതുപോലെ ഈ സാധനം എപ്പോഴും ഹൈപ്പോട്ന്യൂസിന് യാതൊരു മാറ്റവും ഇല്ല. ഹൈപ്പോട്ന്യൂസിൻ്റെ പേരും മാറുന്നില്ല. ഹൈപ്പോട്ന്യൂസിൻ്റെ പേരെന്ന് തന്നെ ഹൈപ്പോട്ന്യൂസ് എന്നാണ്. അപ്പോൾ ഒരു ആംഗിളിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ ട്രയാംഗിളിന് 3 സൈഡുകളുണ്ടാവും. ഏതൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻ്റ് സൈഡ്, ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻ്റ് സൈഡ്, ഹൈപ്പോട്ന്യൂസ്. ഈ 3 പേരുകൾ മറക്കരുത്. ഹൈപ്പോട്ന്യൂസ് എങ്ങനെ പോയാലും മാറൂല. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എപ്പോഴും ഹൈപ്പോട്ന്യൂസിനെ എങ്ങനെ തിരിച്ചറിയാം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏറ്റവും വലിയ സൈഡായിരിക്കും എന്തെന്ന് പറയുന്നത്? ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡായിരിക്കും ഹൈപ്പോട്ന്യൂസ്. ഈ 2 രീതിയിൽ പറയാം. എന്താണ്? 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ്റ് സൈഡും കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഈ X ഡിഗ്രി ഞാനിപ്പോൾ C ആണ് മാർക്ക് ചെയ്തത്. ആ Cക്ക് വരെ ഞാൻ A ആണ് എടുക്കുന്നതെങ്കിൽ ആ ആംഗിളിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആംഗിൾ A ബേസ് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാവും? BC ആവും. ഓക്കെ, ആ A എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്തെടുത്താൽ ഇത് BC എന്ന് പറയുന്നതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്. ഇതെന്താവും? അഡ്ജസൻ്റ് സൈഡ് ആവും. ഇതെന്താവും? ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് മാത്രം മാറില്ല, പക്ഷേ അഡ്ജസൻ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ആംഗിളിനനുസരിച്ച് മാറും. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ബന്ധങ്ങളെന്ന്. ഇതിൻ്റെ ബന്ധങ്ങൾ നമുക്കറിയാം.
ഒരു രണ്ട് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു രണ്ട് ടൈപ്പിലുള്ള ട്രയാങ്കിൾസിൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഈ സംഭവം എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 90, 45, 45 ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1:1:√2. എന്താണ്? 45, 45, 90 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:1:√2. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? വേറൊരെണ്ണം നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആംഗിൾസ്. ഒന്ന് 90, ഇവിടെ 30, ഇവിടെ 60. അങ്ങനെയാണെങ്കിലോ 90, 30, 60 ഈ ആംഗിൾ വരെയാണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്ത് പഠിച്ചിട്ടുണ്ട്? 1:√3:2. എന്താണ്? 1:√3:2. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ റേഷ്യോസ് നമ്മൾ കാണാതെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഓക്കെ. അപ്പം നമുക്ക് ഇതാണ് ആദ്യം അറിയേണ്ടത്. 45, 45, 90 ആണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2. ഇനി അടുത്ത് 30, 60, 90 ആണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് 2-3 ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്താണെന്ന് നോക്കാം. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുമ്പോൾ റേഷ്യോസ് കുറച്ച് പേരുകളുണ്ട്. മെയിനായിട്ട് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. ഓക്കെ, 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള 3 എണ്ണത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് സൈൻ. എന്താണ്? സൈൻ. ഓക്കെ, സൈൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ. ആ സൈനിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് SINE ആണ്. നമ്മൾ ഷോർട്ട് ചെയ്ത് അതിൻ്റെ അബ്രിവേഷനായിട്ട് എടുക്കുന്നതിന് SIN. ഓക്കെ, അപ്പോൾ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളിനെ ബേസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം ഓപ്പോസിറ്റ്, ഇത് അഡ്ജസൻറ്റ്, ഇത് ഹൈപ്പോട്ന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ എന്ന് പറയുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഏതൊക്കെ റേഷ്യോ എന്ന് വെച്ചാൽ സൈൻ ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എന്ന് പറയുന്ന റേഷ്യോ ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അതാണ് സൈൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയും വൃത്തിയായിട്ട് കാണാൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ സ്ലോയിൽ പോകുന്നത്. അപ്പം ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ കോസ്. എന്താണ്? കോസ്. ഈ കോസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഷോർട്ട് നെയിമാണ്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ കൊസൈൻ എന്നാണ്. എന്താണ്? കൊസൈൻ. ആ കൊസൈൻ COSINE, കൊസൈൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ 3 ലെറ്റർ മാത്രം നമ്മൾ എടുക്കും. അപ്പോൾ കോസ്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണെന്ന് വെച്ചാൽ സൈൻ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും അല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കോസ് അഡ്ജസൻറ്റും ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ് ഏത്? കോസ് എന്ന് പറയുന്നത്. അപ്പം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ടാൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് എന്നാണ്. ടാൻജൻറ്റ്, അതിൻ്റെ ഷോർട്ട് നെയിമാണ് ടാൻ. ഓക്കെ, ടാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് 3 മെയിൻ ഇത് 3 നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കാണാൻ വേണ്ടി ചോദിക്കുക. സൈൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ 3 എണ്ണമാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതെല്ലാം ഒരു 3 റേഷ്യൂസും കൂടെ വേറെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആണ്.
സൈൻ കോസ് ടാൻ. അതിൻ്റെ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ കൊസീക്ക്, സീക്ക്, കോട്ട്, അങ്ങനെ ഒരു 3 എണ്ണം ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട. സൈനിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതാണ് കൊസീക്ക് എന്ന് പറയുന്നത്. അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എന്ന് പറയുന്നത്, ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് എന്ന് പറയും, COT, കോട്ട്. അപ്പോൾ അത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് ഇത്രയും മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സൈൻ കോസ് ടാൻ ഇതൊന്നും മൊത്തം ഇത് ഇത്രയൊന്ന് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയെന്നാണ് പറഞ്ഞത്. ഒരു ആംഗിളിനെ ബേസ് ചെയ്താണ് ട്രയാംഗിൾ സൈഡ്സുകൾ പറയുന്നത്. അത് ഏതൊക്കെ ആംഗിൾസ് ഉണ്ട്? ഒരു ആംഗിളിനെ ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഹൈപ്പോട്ന്യൂസ് ഉണ്ട്. ഹൈപ്പോട്ന്യൂസ് ഒരിക്കലും മാറൂല. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആളാണ് ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അപ്പം ആ ആംഗിളിന് നമുക്ക് ഏത് ആംഗിളാണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു റേഷ്യോസ്, അതായത് 45, 45, 90 ആണെങ്കിൽ അവിടുത്തെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. അതുപോലെ 30, 60, 90 ആണെങ്കിൽ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:√3:2 ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. പിന്നെ സൈൻ കോസ് ടാൻ 3 റേഷ്യോസിൻ്റെ പേര് പഠിച്ചു, അതെന്താണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിൽ ആംഗിൾസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസിൽ നമുക്ക് 0 മുതൽ 90 വരെയുള്ള ആംഗിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾസ് എവിടം തൊട്ട് എവിടം വരെ വരൂ? 0 to 90 വരെ വരത്തുള്ളൂ. അപ്പം 0 മുതൽ 90 വരെയുള്ള ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അതിൻ്റെ വാല്യൂസ് നമ്മൾ അറിയണം. ഓക്കെ, അതിൻ്റെ അത് വാല്യൂസ് ഇപ്പം സൈൻ വേണ്ടി വരുന്നു. ഇപ്പം സൈൻ 30 എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കാണാൻ പഠിച്ചു വയ്ക്കണം. ഏതൊക്കെ വിലകൾ നമ്മൾ കാണാൻ പഠിച്ചു വയ്ക്കണമെന്ന് വെച്ചാൽ 0 അറിയണം, 30 അറിയണം, 45 അറിയണം, 60 അറിയണം. അതൊക്കെയാണ് 0, 30, 45, 60, പിന്നെ 90. ഇത് ഇത്രയും നമ്മൾ കാണാൻ പഠിച്ചു വയ്ക്കാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്ന ആംഗിൾ സൈൻ 30 അല്ലെങ്കിൽ സൈൻ 60 അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, ക്വസ്റ്റ്യനിൽ തരത്തില്ല. അതല്ല, അതേ സമയത്ത് ഒരു സൈൻ 40 ആണ് തരുന്നത്. അങ്ങനെ അതിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ആംഗിൾ 40 ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ബ്രാക്കറ്റിൽ തന്നിരിക്കും സൈൻ 40 = ഇത്ര, അല്ലെങ്കിൽ കോസ് 40 = ഇത്ര എന്ന് ക്വസ്റ്റ്യന് തന്നിരിക്കും. അതേ സമയത്ത് ഈ പറഞ്ഞ 30, 45, 60 ഒക്കെ ആണെങ്കിൽ അത് തരൂല. അത് നമ്മൾ കാണാൻ പഠിച്ച് വെക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന 2 റേഷ്യോസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന്. അതൊരു ടേബിളാക്കി നമ്മൾ വരച്ചു പിടിക്കാം. ഓക്കെ, സൈൻ കോസ് ടാൻ. ഓക്കെ, ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അതായത് സൈൻ 0 എന്ന് പറഞ്ഞപ്പോൾ സൈൻ 0 നോക്കി കഴിഞ്ഞാൽ 0യുടെ 90യുടെ നമുക്ക് ആദ്യമേ പറഞ്ഞുതരാം. സൈൻ 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. അതങ്ങ് കാണാൻ പഠിച്ചു വയ്ക്കുക. സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സൈൻ 0 എന്ന് പറയുന്നത് 0യും സൈൻ 90 എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. ഓക്കെ, സൈനിൻ്റെ വില എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും. ഏതാണ്? സൈനിൻ്റെ വാല്യൂസ് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ, സൈനിൻ്റെ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. മനസ്സിലായോ? അതുപോലെ കോസിൻ്റെയും പറഞ്ഞുതരാം. കോസിൻ്റെതാണെങ്കിൽ 1ൽ തുടങ്ങും, നേരെ അവിടെ നിന്ന് തിരിച്ചാണ് വരേണ്ടത്. ഓക്കെ, അതായത് 1ൽ തുടങ്ങും, 0യിൽ അവസാനിക്കും. അപ്പോൾ കോസിൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 to 0 കുറയുകയാണ് ചെയ്യുന്നത്. കോസിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? 1ൽ നിന്ന് 0യിലോട്ട് പോകും. ആംഗിൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറയും. സൈൻ ആണെങ്കിൽ കൂടും. മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി എന്താണെന്ന് നോക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാം. സൈൻ 0, 0.
സൈൻ 30 നോക്കാം. 30 ഇതിൻ്റെ അകത്ത് ഏത് ആംഗിളിലുണ്ടേ? എന്താ ഇവിടെ കിടക്കുന്നു 30. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ 1:1:√3:2 അല്ലേ പറഞ്ഞത്? അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 1:√3:2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് ഇത് 1. അപ്പോൾ അത് ഏറ്റവും ചെറുതിന് ഓപ്പോസിറ്റ് ഇടണം. 30ൻ്റെ ഓപ്പോസിറ്റ് 1, 60ൻ്റെ ഓപ്പോസിറ്റ് √3, ഇവിടെ 2. മനസ്സിലായോ? ഇവിടെ എങ്ങനെയായിരിക്കും? 45, 45, 90. അപ്പോൾ 45ൻ്റെ ഓപ്പോസിറ്റ് 1, വീണ്ടും 45ൻ്റെ ഓപ്പോസിറ്റ് 1, ഇവിടെ √2. ഓക്കെ, അപ്പോൾ സൈൻ 30 നോക്കാം. സൈൻ 30 എവിടെ? ഇവിടെ. സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യും? 30യുടെ ഓപ്പോസിറ്റ് 1 ബൈ ഹൈപ്പോട്ടന്യൂസ് എത്ര? 2, 1/2. ഓക്കെ, ഇനി അടുത്ത ആരാ? 45. 45 നോക്കുമ്പോൾ എന്തോ? 45ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 1. ഹൈപ്പോട്ടന്യൂസ് ആരാ? √2. ഓക്കെ, ഇനി അടുത്ത ആരാ? സൈൻ 60. 60 എന്ന് പറയുമ്പോഴത്തേ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡ് ആരാ? √3 ബൈ ഹൈപ്പോട്ടന്യൂസ് ആര്? 2. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത തിരിച്ചു വരാം. കോസ്. കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കോസ് എന്ന് പറഞ്ഞാൽ എന്തിയാ? കോസ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അടുത്ത കോസ് 30 എന്ന് പറയുമ്പോൾ കോസ് 30 ഇതാക്കുന്നു. അപ്പം കോസ് 30 എന്തോ? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പം 30ക്ക് അഡ്ജസന്റ് ആരാ? √3 √3/2. ഇനി അടുത്തത് കോസ് 45. 45 എന്ത് ചെയ്യും? 45 അതിൻ്റെ അഡ്ജസന്റ് സൈഡ് ആര്? 1/√2. കോസ് 60. കോസ് 60 എന്ന് പറയുമ്പോൾ 60 അഡ്ജസന്റ് ആര്? 1, ഹൈപ്പോട്ടന്യൂസ് ആര്? 2. അപ്പോൾ എത്ര? 1/2. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും ഫുൾ വാല്യൂസ് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും? ടാൻ ആണ്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ എന്തോ? ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനമായിരിക്കും എന്തെന്ന് പറയുന്നത്? ടാൻ എന്ന് പറയുന്നത്. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന സാധനമായിരിക്കും ടാൻ. അങ്ങനെയാണെങ്കിൽ 0യെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ 0 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ടാൻ 0 എന്ന് പറയുന്നത് 0. ഇനി അടുത്ത ആരാ? ടാൻ 30. ടാൻ 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ടാൻ 30 ആകുമ്പോഴത്തേക്ക് 1/√3. 1/√3. അടുത്ത ടാൻ 45. ടാൻ 45 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്ര? 1, അഡ്ജസന്റ് സൈഡ് എത്ര? 1. അപ്പോൾ 1/1. 1/1 എന്ന് പറയുന്നത് എത്ര? 1. ഓക്കെ ആണോ? ഇനി അടുത്ത ആരാ? ടാൻ 60. ടാൻ 60 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ആരാ? √3. √3/1. ഓക്കെ, √3/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? √3 തന്നെ വരും. ഓക്കെ, ഇനി ടാൻ 90 എടുക്കാൻ പറഞ്ഞാൽ ടാൻ 90ക്ക് വില നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ടാൻ കിട്ടും. ഓക്കെ, അപ്പോൾ സൈനിനെ കോസ് ഉണ്ട്. അപ്പം സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ 1നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0 കൊണ്ട് ഒരു നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എന്തില്ല? ആൻസർ ഇല്ല. അല്ലെങ്കിൽ അതിനെ എന്തോന്ന് വിളിക്കാം? ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ടാൻ 90യുടെ വില എന്താണ്? ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം സൈനിൻ്റെ വില എന്ന് പറയുന്നത് 0, 1/2, 1/√2, √3/2, 1. അതായത് 0യിൽ നിന്ന് 1ലേക്ക് പോകുന്നു. ഈ ടേബിൾ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ, അല്ല ഒരു വകുപ്പുമില്ല. ഇത് വൃത്തിയായിട്ട് നമ്മൾ എപ്പോഴും ചോദിച്ചാലും ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് കാണാൻ പഠിക്കണം. അപ്പോൾ കാണാൻ പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അത് ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം സിംഗിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു സൈൻ എന്ന് പറയുന്നത് എപ്പോഴും 0യിൽ നിന്ന് 1ലേക്ക്. അപ്പം സൈൻ 0, 0, സൈൻ 90, 1. അത് ഓർത്തിരിക്കാമല്ലോ. ഇനി അടുത്ത് 1/2, 1/√2, √3/2. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 1/2, 1/√2, √3/2. ഓക്കെ, ഇനി കോസിന് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനെ നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. അതായത് കോസ് 6 ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് നേരെ തിരിച്ചു പറഞ്ഞാൽ ഇതായി. കണ്ടാ? 1, 1, √3/2, √3/2, 1/√2, 1/√2, 1/2, 1/2, 0, 0. ഓക്കെ, പിന്നെ ടാനിൻ്റെത് 0, 1/√3, 1, √3, നോ ആൻസർ. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് ഇത്രയാണ് നമ്മുടെ ട്രിഗണോമെട്രിയിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കുറേ കാര്യങ്ങളാണ്. ഇതാണ് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് ഇത്ര അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റൂ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്. വേറെ ബേസിക്ക് ഇത്രയേ ഉള്ളൂ. ട്രിഗണോമെട്രിയുടെ ബേസിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് പറയാനായിട്ട് അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറെ ഒരു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ എ ഈസ് ഈക്വൽ ടു 3/5. ഓക്കെ, നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ ബി സി സൈൻ എ ഈസ് ഈക്വൽ ടു 3/5. ഫൈൻഡ് കോസ് എ ആൻഡ് ടാൻ എ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി സൈൻ എ ഈസ് ഈക്വൽ ടു 3/5 ഫൈൻഡ് കോസ് എ ആൻഡ് ടാൻ എ. ഇത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. ഓക്കെ, എക്സാംസിനെല്ലാം സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്ര ഉള്ള സൈൻ എ ഈസ് ഈക്വൽ ടു 3/5 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി കോസൈൻ ടാനയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പടം വരച്ചു നോക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഒരു പടം വരച്ചു നോക്കുന്നു. അതിന് പേര് കൊടുക്കുന്നു ABC. അപ്പോൾ സൈൻ എ ആണ് 3/5 എന്നാണ്. സൈൻ എ ഈസ് ഈക്വൽ ടു 3/5. അപ്പോൾ സൈൻ എ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസിസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ ആ 3 എടുത്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ, 3. അപ്പോൾ അടുത്ത എന്ത് വരും? 5. അതിൻ്റെ ഹൈപ്പോട്യൂസ് 5 വരും. 3ഉം 5. ഇനി നമുക്കുണ്ട് കോസും ടാനും ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് എന്താണ്? ഹൈപ്പോട്യൂസ് സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 മൈനസ് 3ന്റെ സ്ക്വയർ 9. അതായത് എത്ര വരും? റൂട്ട് 16 വരും. എത്ര? 4. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ സൈനെ കിട്ടി. ഇനി അടുത്ത എന്തായിരിക്കും? കോസൈ. കോസെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? കോസെ കണ്ടുപിടിക്കാനായിട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. ഇപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് കിട്ടിയില്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? 4. അപ്പോൾ 4/5. ഓക്കെ, 4/5. ഇനി അടുത്ത എന്താ? ടാനയല്ലേ ചോദിച്ചാൽ? ടാനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? 3. അഡ്ജസൻറ്റ് സൈഡ് 4. അപ്പോൾ 3/4. ഓക്കെ, ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? കോസ് ടാനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ, ഒരു വാല്യൂ തന്നിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കും? ബാക്കിയുള്ള 2 വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ സൈനാണ് പറഞ്ഞത്. നിങ്ങൾക്കിപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുക അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ കോസെ ആയിരിക്കും തരുന്നത്. അപ്പോൾ കോസെ തന്നിട്ട് സൈനയും ടാനയും ചോദിക്കാം, അല്ലെങ്കിൽ ടാനയെ തന്നിട്ട് സൈനയും കോസയും ചോദിക്കാം. അങ്ങനെ ഏത് ചോദിച്ചാലും ഒരു പടം വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന സംഭവങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി അത് കംപ്ലീറ്റ് ചെയ്ത് ആ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആവശ്യമുള്ള സംഭവം എടുത്തെഴുതുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.